നമസ്കാരം. 20 വിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നാമനിർദ്ദേശ സമർപ്പണം നാളെ 3 മണിക്ക് അവസാനിക്കാനിരിക്കെ ഇന്ന് കൊട്ടാരക്കര നഗരസഭയിൽ 60ഓളം നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം ദീപ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര നഗരസഭ ആസ്ഥാന മന്ദിരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് നമ്മുടെ നഗരസഭയിൽ ഏകദേശം 60ഓളം നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചത്. സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് ധാരാളം 3 മുന്നണികളും അതിശക്തമായ പോരാട്ടമാണ് ഈ കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. ഡിസംബർ 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യഘട്ടം എന്ന രീതിയിൽ ഡിസംബർ 9-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് 1-ാം ഘട്ടം നടക്കുന്നത്. ഡിസംബർ 9-ന് അവർ ഈ പറഞ്ഞ ജില്ലകളിലെ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. അടുത്ത 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ 11-ാം തീയതിയാണ്. അത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് 2-ാം ഘട്ടം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. നാളെ 3 മണിയാകുമ്പോൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റാണ്. അതിന്റെ സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത് നവംബർ 22-ന് നടക്കും. സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ലാണ്. ഡിസംബർ 13-ഓടുകൂടി 13-ല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫലം വരുന്നതാണ്. നാളെ 3 മണിയോടുകൂടി 3 മുന്നണികളുടെയും കലാശത്തിന്റെ പോരാട്ടം നമുക്ക് മുന്നിൽ തെളിയും. അതിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരാം. കൊട്ടാരക്കരയിൽ നിന്ന് 20 വിഷൻ ന്യൂസിന് വേണ്ടി ദീപ ബിനു.